ബസ്സുകളിൽ അലങ്കാര ലൈറ്റുകൾ അനുവദിക്കില്ലെന്ന ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം പാഴ്വാക്കായി. മൂന്നാറിൽ അലങ്കാര ലൈറ്റുകൾ തെളിയിച്ച് വീണ്ടും ഡബിൾ ഡെക്കർ ബസിന്റെ രാത്രി യാത്ര ഹെഡ്ലൈറ്റുകൾ മാത്രമേ തെളിയിക്കാവൂ എന്നായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ജനം എക്സ്ക്ലൂസീവ്. സുബിൻ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുബിൻ, സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ നടത്തുമ്പോൾ പ്രൈവറ്റ് ബസ്സുകൾ ഇത്തരത്തിൽ ഹെഡ്ലൈറ്റും മറ്റ് അലങ്കാര ലൈറ്റുകളും ഉപയോഗിക്കുന്നു എന്ന് കാണിച്ച് ലൈസൻസ് വരെ റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ KSRTC ബസ്സിൽ തന്നെ ഇത്തരത്തിലുള്ള അലങ്കാര ലൈറ്റുകളും മറ്റും തെളിയിച്ചു പോകുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മൂന്നാറിലെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനം നടന്നത്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറാണ് ഈ ഡബിൾ ഡെക്കർ ബസ് റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചത്. ഈ സമയത്താണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള അലങ്കാര ലൈറ്റുകൾ സംബന്ധിച്ച് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത്. ഈ അലങ്കാര ലൈറ്റുകൾ ഒന്നും തന്നെ തെളിയിക്കില്ല എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. പ്രധാനമായും ഈ വാഹനം കടന്നു പോകുമ്പോൾ ഹെഡ്ലൈറ്റ് രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് മാത്രമേ തെളിക്കുകയുള്ളൂ, അത് മാത്രമേ തെളിക്കാവൂ എന്ന് ഈ വാഹനവുമായി ബന്ധപ്പെട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്കും മൂന്നാർ KSRTCക്കും കർശന നിർദ്ദേശവും മന്ത്രി നൽകിയിരുന്നു. ആ നിർദ്ദേശങ്ങളെല്ലാം നിലനിൽക്കുകയാണ് ഇന്നലെ രാത്രി ഇത്തരത്തിൽ വാഹനത്തിൽ ലൈറ്റുകൾ തെളിച്ച് ഈ മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെ വാഹനം സർവീസ് നടത്തിയത്. ഇന്നലെ രാത്രിയിൽ അതുവഴി എത്തിയ ആളുകൾ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വാഹനത്തിന്റെ ഉള്ളിലെ ലൈറ്റുകൾ പൂർണ്ണമായും തെളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. ഈ അലങ്കാര ലൈറ്റുകളെല്ലാം തന്നെ ആ വാഹനത്തെ സംബന്ധിച്ച് പൂർണ്ണമായും വശങ്ങൾ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച വാഹനമാണ്. അതിന്റെ ചുറ്റും ഈ ലൈറ്റുകൾ പുറത്തേക്ക് പ്രകാശിക്കുമ്പോൾ അല്ലെങ്കിൽ വാഹനത്തിനുള്ളിലെ ലൈറ്റുകൾ മറ്റ് പ്രതിധ്വനിക്കുമ്പോൾ മറ്റ് ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഇത് കണ്ണിലടിച്ച് ഈ റോഡ് കാണാതിരിക്കുക വെച്ചു. നമുക്കറിയാം മൂന്നാറിന്റെ ഗ്യാപ്പ് റോഡിനെ സംബന്ധിച്ച് ചെങ്കുത്തായ ഇറക്കവും വലിയ വളവുകളും ഒക്കെ നിറഞ്ഞ റോഡാണ്. ഈ ലൈറ്റുകൾ തെളിക്കുന്നത് മൂലം ഇത് റിഫ്ലക്ട് ചെയ്ത് കാഴ്ച മറയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടന്നത്. ഈ പ്രഖ്യാപനത്തിലേക്ക് വരാനുണ്ടായ മറ്റൊരു സാഹചര്യം എന്നുള്ളത് ഈ വാഹനത്തിന്റെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ വിമർശനം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമായും ഈ മൂന്നാറിലേക്കുള്ള KSRTC റോയൽ വ്യൂ ഡബിൾ ഡെക്കറിന്റെ അനധികൃത ലൈറ്റ് സംവിധാനങ്ങൾക്ക് എതിരെ വലിയ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരുന്നത്. പ്രധാനമായും സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് വാഹനത്തിലെ ലൈറ്റ് സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള ഈ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടാണ് KSRTC ഈ ഒരു റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസിന്റെ അനധികൃത ലൈറ്റ് സംവിധാനം എന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. ഈ അഭിപ്രായങ്ങൾക്കെല്ലാം തന്നെ പിന്നാലെയാണ് തൊട്ടടുത്ത ദിവസം മന്ത്രി ഇത്തരത്തിൽ ഈ ലൈറ്റുകളൊന്നും തന്നെ തെളിക്കില്ല എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനമാണ് നിലവിൽ ഇപ്പോൾ പാളിപ്പോയിരിക്കുന്നത്. അതുതന്നെയാണ് ബസ്സുകളിൽ അലങ്കാര ലൈറ്റുകൾ അനുവദിക്കില്ല എന്ന ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം പാഴ്വാക്കായിരിക്കുന്നു. മൂന്നാറിൽ അലങ്കാര ലൈറ്റുകൾ തെളിയിച്ച് വീണ്ടും ഡബിൾ ഡെക്കർ ബസിന്റെ രാത്രി യാത്ര ഹെഡ്ലൈറ്റുകൾ മാത്രമേ തെളിയിക്കാവൂ എന്നായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. ദൃശ്യങ്ങൾ ജനം ടിവിക്ക് സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.